പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങോം ഹൈസ്കൂൾ, കുരങ്ങാടി ലിങ്ക് റോഡ്, പെരിങ്ങോം നീലിരിങ്ങ റോഡുകളുടെ ദയനീയാവസ്ഥ പൂർണ്ണമായും പരിഹരിച്ച് ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് മുന്നിൽ ജനകീയ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങോം ഹൈസ്കൂൾ, കുരങ്ങാടി ലിങ്ക് റോഡ്, പെരിങ്ങോം നീലിരിങ്ങ റോഡുകളുടെ ദയനീയാവസ്ഥ പൂർണ്ണമായും പരിഹരിച്ച് ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2024 നവംബർ 20 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്തിന് മുന്നിൽ ജനകീയ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടും പദ്ധതികളും കണ്ടെത്തുക, MLA അനുവദിച്ച 10 ലക്ഷത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് റോഡിന്റെ ഏറ്റവും മോശമായ പ്രദേശത്തിന് മുൻഗണന നൽകുക, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയവും ജനോപകാരപ്രദവുമായി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു 3-5 ദിവസങ്ങൾക്ക് മുമ്പ് പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ സെക്രട്ടറി, 2 മെമ്പർമാരുണ്ട്, വാർഡ് മെമ്പർ എന്നിവർക്കൊരു നിവേദനം നമ്മൾ കൊടുക്കേണ്ടായി. കാരണം റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. അതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ആ റോഡ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് ഉപയോഗിക്കുന്ന വിധത്തിലേക്ക് എത്തിക്കണമെന്ന് മാത്രമാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ 20-ാം തീയതി നമ്മളൊരു പഞ്ചായത്ത് ധർണ നടത്താൻ തീരുമാനമായിട്ടുണ്ട്. വീടുകൾ സമീപിച്ചുകൊണ്ട്, ആൾക്കാർ സംഘടിപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഈ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാത്രം ഒരു ധർണ നടത്താനാണ് നമ്മുടെ തീരുമാനം. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ജനപ്രതിനിധികൾക്കും ഭരണസമിതിക്കും ജനകീയ ഒപ്പുശേഖരണത്തിലൂടെ നിവേദനം സമർപ്പിച്ചിരുന്നു. പഞ്ചായത്തിലെ തന്നെ ഏറ്റവും മോശമായ റോഡാണ് പ്രദേശത്ത് എന്ന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുമ്പോൾ, വർഷത്തിൽ ഒരു റോഡ് എന്ന നിലയിൽ പദ്ധതി വിഹിതം വയ്ക്കുമ്പോൾ പ്രദേശവാസികൾ മാത്രമല്ല സമീപ പ്രദേശത്തുള്ളവരടക്കം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട റോഡെന്ന നിലയിൽ 10 മീറ്റർ നിർമ്മാണ പ്രവർത്തനം പോലും നടത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഖേദകരവും പ്രതിഷേധാർഹവുമാണ്. പ്രശ്നം പരിഹരിക്കുന്നതുവരെ ബന്ധപ്പെട്ട എല്ലാ ഭരണ സംവിധാനങ്ങളുമായും ഇടപെടൽ നടത്തി തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രതീഷ് ബാബു, അഷ്റഫ് MTP, PJ ആന്റണി, നൌഷാദ് മംഗലശ്ശേരി, MCB എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിനുതകുന്ന രീതിയിലുള്ള ഫണ്ടും പദ്ധതികളും പ്രഖ്യാപിക്കും. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട MLA 10 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടു. ആ 10 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ റോഡിൻ്റെ ഏറ്റവും ശോചനീയമായ പ്രദേശത്തിന് മുൻഗണന നൽകിക്കൊണ്ട് അതിൻ്റെ പദ്ധതി നടപ്പിലാക്കുക. പിന്നെ പ്രവർത്തനം അത് ശാസ്ത്രീയവും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായ രീതിയിൽ നടപ്പിലാക്കുക എന്ന 3 ആവശ്യങ്ങളാണ് ഈ പറയുന്ന അധികാരികളുടെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചതും. ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഈ സമരം ധർണ എന്ന് പറയുന്നത് തുടർ സമരങ്ങളുടെ ഒരു പ്രഖ്യാപനമാണ്. കാരണം ഒരു വഴിപാട് സമരത്തിനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഈ ആക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ ജനകീയ കൂട്ടായ്മ എന്ന് പറയുന്നത് ജൂലൈ 14-ാം തീയതിയാണ് ഞങ്ങളിതിന് തുടക്കം കുറിക്കുന്നത്. അന്ന് മുതൽ ഞങ്ങൾ പ്രവർത്തന രംഗത്തുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ റോഡ് വിഷയം മാത്രമല്ല, പക്ഷെ ജനങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന നിലയിൽ ഞങ്ങൾ ഏറ്റെടുത്തു വരുന്നു. സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് സന്നദ്ധ സേവനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടത്തിക്കൊണ്ടൊരു സാമൂഹ്യ സാംസ്കാരിക സംഘടനയായി ഇതിനെ നിലനിർത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് ആ രീതിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സമരത്തിന് ഏതെങ്കിലും ഒരു ബാനറിൻ്റെ പേരിലല്ല, തികച്ചും ജനകീയ കൂട്ടായ്മ എന്ന രീതിയിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന 14-ലെയും 15-ലെയും മുഴുവൻ വോട്ടർമാർക്കും രാഷ്ട്രീയത്തിന് അതീതമായിട്ടും മറ്റെല്ലാ ഇസത്തിനും അതീതമായിട്ടും ഐക്യപ്പെടാൻ കഴിയാവുന്ന ഒരു വേദി എന്ന നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഞങ്ങളുടെ ഈ പ്രത്യക്ഷ സമരത്തിനും അതുപോലെ തന്നെ സാങ്കേതികമായ പിന്നെ അധികാരികളോടുള്ള തുടർന്നുള്ള ഇടപെടലിനുമൊക്കെ നിങ്ങളുടെ പിന്തുണയും ആ ഒരു സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രമാണ് ഞങ്ങൾ. ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത
പൊന്നിന്റെ പരിശുദ്ധി. HUID ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.